അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ്. സുധിയുടെ മരണശേഷം അഭിനയ രംഗത്ത് സജീവമായ രേണു റീൽസ് വീഡിയോസിലും മ്യൂസിക് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും തിളങ്ങുന്നു. സിനിമ പിന്നണി ഗാനരംഗത്തും സാന്നിധ്യം അറിയിച്ചു. തുടർന്ന് ബിഗ് ബോസ് മലയാളത്തിന്റെ 7ാം സീസൺ മത്സരാർത്ഥിയായി രേണു. അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴും രേണുവിന് ഒരുപാട് വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നു. കൊല്ലം സുധിയുടെ കുടുംബത്തിനായി സുമനസ്സുകൾ ദാനമായി നൽകിയ വീട് സ്ഥലവും ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വീടിനായി സ്ഥലം സൗജന്യമായി നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് രേണുവിനെതിരെ നടപടി ആരംഭിച്ചു കഴിഞ്ഞു. നിരന്തരമായി രേണുവും സുഹൃത്തുക്കളും അപമാനിച്ചതിനാലാണ് ബിഷപ്പ് നിയമസഹായം തേടിയത്. കാറും മാനേജരും പണവുമായപ്പോൾ കടന്നു വന്ന വഴികളും അനുഭവിച്ച ജീവിതയാതനകളും സഹായിച്ച കരങ്ങളെയും അപ്പാടെ മറന്നുള്ള രേണുവിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയാണിപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ്. തന്നെ സഹായിച്ചവരോടൊരു ക്ഷമ മനസ്സറിഞ്ഞ് രേണു ചോദിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളൂവെന്നും അഷ്റഫ് പറയുന്നു. 34 ദിവസത്തെ ബിഗ് ബോസ് ജീവിതം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ രേണുവിന് വലിയൊരു തുക പ്രതിഫലമായി കിട്ടുകയും പുറത്തിറങ്ങിയ അവർക്ക് സെലിബ്രിറ്റി പട്ടം ചാർത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അവർ രൂപത്തിലും ഭാവത്തിലും അപ്പാടെ മാറ്റം വരുത്തി. വലിയൊരു മേക്ക് ഓവറിന് അവർ വിധേയായി. സ്കിൻ കളറിലും ഹെയർ സ്റ്റൈലിലും ദന്തസൗന്ദര്യത്തിലും നല്ല പണം ചിലവഴിച്ച് മാറ്റങ്ങൾ വരുത്തി. പിന്നീട് അങ്ങോട്ട് രേണുവിന് തിരക്കുകളുടെ നാളുകളായിരുന്നു. ഉദ്ഘാടനങ്ങളും വിദേശയാത്രകളും ഒക്കെയായി സന്തോഷത്തിന്റെ ദിനങ്ങൾ. ഒരു അബലയായ സ്ത്രീ പൊരുതു നേടിയ വിജയമാണെന്ന് പലരും അവരെ പ്രശംസിച്ചു. സുധിയുടെ ഏറ്റവും വലിയ സ്വപ്നമായ സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ മുൻകൈയെടുത്തത് ശ്രീകണ്ഠൻ നായരാണ്. ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് കണ്ണായി 7 സെന്റ് സ്ഥലം വീടിന് വേണ്ടി നൽകിയത്. KHDEC അവിടെ വീടും പണിതു കൊടുത്തു. ഇന്നത്തെ കാലത്ത് ഒരു വീടും സ്ഥലവും സ്വന്തമാക്കണമെങ്കിൽ എത്ര ലക്ഷം വേണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വലിയ കരുണ കാണിച്ച നല്ല മനസ്സിലുടമകൾ എന്നാൽ ഇന്ന് ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് വിലപിച്ച് രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗുണ്ടകളെ പേടിച്ച് ജീവനിൽ ഭയന്ന് കഴിയുന്നത് സാധാരണ വ്യക്തിയല്ല. 7 സെന്റ് സ്ഥലം ദാനം ചെയ്ത ആദരണീയനായ ഒരു ബിഷപ്പാണ്. പെട്ടെന്നുണ്ടായ ഉയർച്ചയോടൊപ്പം രേണു സുധിയിലുണ്ടായ മാനസിക പരിവർത്തനം ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ മനക്കരുത്തും തൻ്റെ ഇടവും ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ അഹങ്കാരവും ഗുണ്ടകളുടെ ആവശ്യവുമുണ്ടോ? ബിഷപ്പ് പറയുന്നു. ഇനിയും പലരെയും സഹായിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സഹായിക്കാൻ ഭയം തോന്നുകയാണ്. ഇവിടെ സംഭവിച്ചത് ഇനിയും സഹായിക്കേണ്ട നിർധനരായ പാവപ്പെട്ടവരുടെ കഞ്ഞിയിലാണ് രേണു പാറ്റയിട്ടത്. ഇനി മറ്റൊരാളെ സഹായിക്കും മുമ്പ് അവർ രണ്ടാമതൊന്നുകൂടി ആലോചിക്കും. രേണു സുധിക്കെതിരെ നിയമപരമായി നീങ്ങി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ബിഷപ്പ്. ഇഷ്ടദാനം കൊടുത്ത വസ്തു താൻ തിരിച്ചെടുക്കുമെന്നും ബിഷപ്പ് അറിയിച്ചിട്ടുണ്ട്. രേണു സുധിക്ക് ഇപ്പോൾ കാറും ഡ്രൈവറും മാനേജറും നാനാ വഴിക്ക് നിന്ന് വരുമാനവുമായി. അവർ കഴിക്കുന്ന മുന്തിയിനം മദ്യത്തിന്റെ ബ്രാൻഡ് പോലും സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുന്നു. ജീവിതം അടിച്ചുപൊളിച്ച് ആഘോഷിക്കുകയാണ് അവർ. ഈ സാഹചര്യത്തിൽ കടന്നു വന്ന വഴികളും അനുഭവിച്ച ജീവിത യാതനകളും സഹായിച്ച കരങ്ങളെയും അവർ അപ്പാടെ മറന്നു. വീട് വെച്ചു കൊടുത്ത ഫിറോസിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വേദന തോന്നുന്നു. ഇനി ആർക്കും വീട് വെച്ചു കൊടുക്കാൻ മുതിരില്ലെന്നും ഫിറോസ് പറയുന്നു. ഇതിനെല്ലാം കാരണം രേണുവിന്റെ അപക്വമായ അഹങ്കാരം നിറഞ്ഞ വാക്കുകളാണ്. രേണു അപമാനിച്ച് വേദനിപ്പിച്ച വ്യക്തികളെല്ലാം നല്ല മനസ്സിനുടമകളാണ്. അവരോട് ഒരു ക്ഷമ മനസ്സറിഞ്ഞ് ചോദിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂവെന്നും ഫിറോസ് പറയുന്നു.